ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ആറ്റിയാൽ പൊങ്കാലയാണ് കേട്ടോ. അതിപ്പോൾ നമ്മൾ മാർച്ച് 3-ാം തീയതിയാണ് പൊങ്കാല. മാർച്ച് 2-ാം തീയതി വെളുപ്പിനെ നമ്മളിങ്ങ് പോന്നു. അപ്പോൾ ഒരു വെളുപ്പിനെ ഒരു 6 മണി ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം എല്ലാവരും തലേന്നും ഒരാഴ്ചക്ക് മുമ്പൊക്കെ പോയി സ്ഥലം പിടിച്ച് ഇപ്പോൾ സ്ഥലമൊക്കെ ഫുള്ളായി കാണും. നമുക്കറിയാമല്ലോ ആറ്റിയാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ കസിൻസ് എല്ലാവരും ഇല്ല, 2-3 പേര് വന്നില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ ബസ്സിലാണ് കേട്ടോ പോകണത്. നമ്മൾ അല്ലാതെ സാധാ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളവിടെ നിന്നൊരു ബസ്സിലിറങ്ങി നമ്മൾ കല്ലുവാക്കിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തിരുവനന്തപുരം ബസ് വിളിച്ചല്ല, ബസ് കിട്ടി. നമ്മൾ അപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങി. തിരുവനന്തപുരം ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുക, ഒരു കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ അടുത്ത ബസ്സിൽ കയറി ആറ്റിയാൽ വന്നിറങ്ങി കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയ സമയമൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. കാരണം നല്ല തിരക്കായിരുന്നു ബസ്സിൽ നല്ല തിരക്കാണ്, നല്ല ക്ഷീണമായി. പിന്നെ വീഡിയോ എടുക്കാനും പറ്റിയില്ല, ഒന്നിനും പറ്റിയില്ല. പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ പിന്നെ നമ്മൾ രാവിലെ ഒന്നും കഴിക്കാതല്ലേ വന്നത്. അപ്പോൾ അതിൻ്റെ ക്ഷീണം കാരണം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയുകൊണ്ട് ബസ്സിലെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ നിങ്ങൾക്ക് വോയിസ് ഫുള്ള് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ അമ്പലത്തിൽ വന്നിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സോങ്ങും ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ക്ഷേത്രത്തിൽ. അപ്പം നമ്മൾ കുറേ നാളായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം നമ്മൾ ഒരു ഐശ്വര്യമായിട്ട് അമ്പലത്തിൽ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല വോയിസൊന്നും. അപ്പോൾ പിന്നെ എൻ്റെയും രാധുകുട്ടിയുടെയും കുറച്ച് പ്രഹസനമൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മളൊന്ന് കറങ്ങി അടിച്ച് അവിടെയൊക്കെ നടന്നു കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് പിന്നെ നമ്മൾ സ്ഥലം പിടിച്ച സ്ഥലത്ത് വന്നിട്ട് പിന്നെ ഒരു 3 മണിയൊക്കെ അപ്പോൾ ഇവിടെ ചായയും കട്ടൻ കാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പോയി വാങ്ങിച്ച് കഴിച്ചപ്പോൾ ഇവിടെ സൗജന്യ ടേബിൾ ഫുഡ് കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ഇതിൻ്റെ ബാക്കി വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ.